സോ ഗൈസ് വെൽക്കം ബാക്ക് ആൻഡ് ഇന്ന് ഞാൻ വന്നേക്കുന്ന ഒരു സ്പെഷ്യൽ ഡോണറ്റ് റെസിപ്പി ആയിട്ടാണ് കേട്ടോ. ആപ്പിൾ ഫ്രിറ്റഡ് ഡോണറ്റ്സ്. നോർമൽ നമ്മൾ ഉണ്ടാക്കുന്ന ഡോണറ്റ്സ് തന്നെ, പക്ഷേ ഇതിൻ്റെ അകത്ത് നമുക്ക് കുറച്ച് സ്പെഷ്യൽ ഐറ്റംസ് ഒക്കെ ആഡ് ചെയ്യുന്നുണ്ട്. സോ വീഡിയോയിലോട്ട് പോവാം. സോ ഫസ്റ്റ് സ്റ്റെപ്പ് നമുക്ക് ഈസ്റ്റ് ഫെർമെൻറ്റ് ചെയ്യാനായിട്ട് വെക്കണം കേട്ടോ. സോ അതിന് വേണ്ടിയിട്ട് ഒരു 1/4 കപ്പ് ഇളം ചൂട് പാലെടുക്കുക. പിന്നെ അതുപോലെ തന്നെ 2 ടേബിൾ സ്പൂൺ പഞ്ചസാര, പിന്നെ 2 ടീസ്പൂൺ ഈസ്റ്റും ഇട്ടിട്ട് നല്ലപോലെ മിക്സാക്കി ഫെർമെൻറ്റ് ചെയ്യാനായിട്ട് മാറ്റി വെക്കുക. ആ ടൈം കൊണ്ട് നമുക്ക് 1/2 കപ്പ് മൈദ, പിന്നെ കുറച്ച് ബട്ടറും കുറച്ച് ഉപ്പും പഞ്ചസാരയും ഇട്ടിട്ട് നല്ലപോലെ മിക്സാക്കുക. ഈ മിക്സ്ചറിൻ്റെ ടെക്സ്ചർ എന്ന് പറഞ്ഞാൽ നമുക്കിതിങ്ങനെ മിക്സാക്കിയിട്ട് കൈ കൊണ്ട് ഇങ്ങനെ ആക്കുമ്പോഴത്തേനും ഇതുപോലെ ഒരു ബോളാക്കാൻ പറ്റണം. പിന്നെ നമുക്ക് അത് പൊടിഞ്ഞു പോവും, ഇറ്റ്സ് ഓക്കെ, കുഴപ്പമില്ല. നമുക്ക് കൈ കൊണ്ട് ഇതുപോലെ ഒരു ബോളാക്കാൻ പറ്റണം കേട്ടോ. അതാണ് അതിൻ്റെ ടെക്സ്ചർ. ഇനി നമുക്ക് ഇതിൻ്റെ അകത്തോട്ട് നമ്മൾ ഫെർമെൻറ്റ് ചെയ്യാനായിട്ട് മാറ്റി വെച്ചേക്കുന്ന ആ ഒരു ഇളം ചൂട് പാലിൻ്റെ മിക്സ്ചർ ഉണ്ടല്ലോ, അത് ഒഴിച്ചു കൊടുത്തിട്ട് നല്ലപോലെ ഒന്ന് കുഴച്ച് ഇതുപോലത്തെ ഒരു ഡോ സെറ്റാക്കി വെക്കുക. ദെൻ നമുക്ക് 2 hours ഫെർമെൻറ്റ് ചെയ്യാനായിട്ട് മാറ്റി വെക്കാം. ഇനിയാണ് മെയിൻ സ്റ്റെപ്പ്. ഇത് നമ്മളൊരു പാൻ വെച്ചിട്ട് കുറച്ച് ബട്ടറും അതുപോലെ തന്നെ നമ്മുടെ മെയിൻ ഇൻഗ്രീഡിയൻ്റ് ആയിട്ടുള്ള ആപ്പിൾ, ജാഗ്രി പൗഡർ, അതുപോലെ തന്നെ സിന്നമൺ പൗഡർ ഇത് ഇട്ടിട്ട് നല്ലപോലെ ഒന്ന് മിക്സാക്കി ചൂടാറി കഴിയുമ്പോഴത്തേനും നമ്മുടെ ഫെർമെൻറ്റ് ചെയ്ത് വന്നേക്കുന്ന ഡോ എടുത്തിട്ട് ഇതുപോലെ ഒന്ന് പരത്തി അതിൻ്റെ അകത്തോട്ട് ഈ ആപ്പിൾ, ജാഗ്രി, സിന്നമൺ പൗഡർ ആ മിക്സ്ചർ ഉണ്ടല്ലോ അത് അതിൻ്റെ അകത്തോട്ട് ഇട്ട് കൊടുത്തിട്ട് വീഡിയോയിൽ കാണുന്ന പോലെ ഫോൾഡ് ചെയ്ത് കട്ട് ചെയ്ത് ജസ്റ്റ് നമ്മൾ മുന്നേ ഡോ ആക്കിയല്ലോ അതുപോലെ ഡോ ആക്കി കൊടുക്കുക. കുറച്ച് മൈദ നമുക്ക് അതിൻ്റെ അകത്തോട്ട് ആഡ് ചെയ്തിട്ട് ആ സ്റ്റിക്നെസ് മാറ്റാം കേട്ടോ. അങ്ങനെ ആ പ്രോസസ് എല്ലാം കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മളൊരു ഡോണറ്റ് കട്ടർ എടുക്കുക, ദെൻ കട്ട് ചെയ്യുക, ദെൻ ഫ്രൈ ചെയ്തെടുക്കുക കേട്ടോ. ഞാനിപ്പോൾ നടുക്കിൽ ഹോൾസ് ഒന്നും ആക്കുന്നില്ല, ജസ്റ്റ് ഇതുപോലെ ഒരു റൗണ്ട് മാത്രമേ ആക്കി എടുക്കുന്നുള്ളൂ. ദെൻ ആസ് യൂഷ്വൽ നമ്മൾ ചെയ്യുന്ന പോലെ തന്നെ ഓയിലിൽ ഫ്രൈ ചെയ്തെടുക്കുക. ഇവിടെ ഞാനാണെങ്കിൽ എക്സാക്ട് ഡോണറ്റ്സിൻ്റെ ഷേപ്പ് അല്ല കേട്ടോ കൊടുത്തേക്കുന്നത്. സംഭവം എളുപ്പപ്പണിക്ക് വേണ്ടിയിട്ട് ഞാൻ ഇങ്ങനെയാണ് ആക്കി വെക്കുന്നത്, സെൻറ്ററിൽ ഹോളൊന്നും ഇട്ടിട്ടില്ല. ആൻഡ് നമ്മുടെ ഡോണറ്റ്സ് എല്ലാം റെഡിയായി. ദെൻ ഓയിലിൽ ഫ്രൈ ചെയ്യുക. പിന്നെ അതുപോലെ തന്നെ ഫ്ലെയിം എപ്പോഴും മീഡിയം ടു ഹൈയിൽ വെച്ച് ഫ്രൈ ചെയ്തെടുക്കുക കേട്ടോ. അങ്ങനെ നമ്മുടെ ഡോണറ്റ്സ് റെഡിയായി. ലാസ്റ്റ് സ്റ്റെപ്പ് നമുക്കൊരു വൈറ്റ് ചോക്ലേറ്റും അതുപോലെ തന്നെ ഡാർക്ക് ചോക്ലേറ്റും കൊണ്ടൊന്ന് കോട്ട് ചെയ്ത് കൊടുക്കാം. അങ്ങനെ കുറച്ച് ഭംഗിക്ക് വേണ്ടി ഞാൻ കുറച്ച് ആപ്പിളും ഗ്രേറ്റ് ചെയ്ത് പൊക്കത്തിട്ടിട്ടുണ്ട്. ആൻഡ് ഫൈനലി നമ്മുടെ ആപ്പിൾ ഫ്രിറ്റഡ് ഡോണറ്റ്സ് റെഡി ആയിട്ടുണ്ട്. നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക്സ് അറിയിക്കാം. ടാറ്റാ, ബൈ.